കൊട്ടിയൂർ എക്സിക്യൂട്ടീവ് ഓഫീസർ, ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറായ ഗോകുൽ കൊട്ടിയൂർ നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ ഗോകുൽ കൊട്ടിയൂർ, അങ്ങേയറ്റം ആസൂത്രിതമായ ഒരു ഗൂഢനീക്കമാണ് ഈ മുസ്ലിം കുടുംബത്തിൽ നിന്നുണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. കാരണം ഇതുവരെ ഇല്ലാത്ത ഒരു ആചാരം, അത് വളരെ ബോധപൂർവം ഒരു വീഡിയോയിലൂടെ ചിത്രീകരിക്കുന്നു, എന്നിട്ട് ഇത് നടത്താനുള്ള അവകാശം തങ്ങൾക്കാണ് എന്ന് വരുത്തി തീർക്കുന്നു. ആചാരാനുഷ്ഠാനങ്ങളാൽ സമ്പുഷ്ടമായ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത ഈ ഒരു രീതിയിലേക്ക് ഇത്തരം കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് വളരെ ബോധപൂർവമായ ദുരുദ്ദേശത്തോടു കൂടിയുള്ള ഒരു നീക്കമാണ് എന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഏത് തരത്തിലായിരിക്കും ഇതിനെ പ്രതിരോധിക്കുക? നമസ്കാരം. കൊട്ടിയൂർ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു സമൂഹത്തിലെ 64 ജാതി സ്ഥാനികർ ഒരറിയിപ്പ് നൽകാതെ ഇവിടെ വന്ന് പൂജാകർമ്മങ്ങളിൽ ആകൃഷ്ടരായി അടിയന്തരക്കാരായി മാറി 1 മാസത്തോളം ഇവിടെ നിസ്വാർത്ഥ സേവകരായി ജോലി ചെയ്തു പോകുന്ന ആളുകളാണ്. അതിലെ നമ്പൂതിരി മുതൽ നായാടി വരെയുള്ള ഒരു ഹിന്ദു സമൂഹത്തിന്റെ സാമൂഹ്യ സമരസത കാണാൻ വേണ്ടി പറ്റുന്ന ഒരു വേദിയാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. ഈ ഒരു കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഹിന്ദുക്കൾ ഒഴികെയുള്ള മറ്റു മതസ്ഥർക്ക് യാതൊരു സ്ഥാനവും ഇതുവരെ ഉണ്ടായിട്ടില്ല. നിർഭാഗ്യവശാൽ കഴിഞ്ഞ മെയ് 23-ാം തീയതി നീരെഴുന്നള്ളത്ത് ദിവസം, അത് കൊട്ടിയൂരിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അതായത് സമൂഹത്തിനിടയിലുള്ള ഏറ്റവും താഴ്ന്ന ജാതിയിൽപ്പെട്ട കുറിച്യ സമുദായത്തിൽപ്പെട്ട ആള് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ വൈശാഖ മഹോത്സവത്തിന് അക്കരെ സന്നിധാനത്തിൽ കടന്നതിന് ശേഷം മാത്രമേ നമ്പൂതിരിമാർക്ക് പോലും കടക്കാൻ വേണ്ടി സാധിക്കൂ എന്നുള്ള ഒരു പ്രത്യേക സവിശേഷതയുള്ള ഒരു ക്ഷേത്രത്തിൽ അന്നേ ദിവസം തന്നെ ഗൂഢാലോചനയുടെ ഭാഗമായി കർണാടകയിൽ നിന്നുള്ള 2 മുസ്ലിം ആളുകൾ എന്തിനാണ് എന്നറിയില്ല ബോധപൂർവമായി ഇവിടെ വന്ന് എന്തെങ്കിലും രീതിയിലുള്ള ചടങ്ങുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് അത് തുടങ്ങാനുള്ള ഒരു സംവിധാനം അവർ പ്ലാനിങ് മുന്നേ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആസൂത്രിതമായി, വളരെ ആസൂത്രിതമായി 2 പേർ വരികയും ക്ഷേത്രത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ കാണാൻ വേണ്ടി ശ്രമിക്കുകയും അതിനുശേഷം അവർ ആരും അറിയാതെ 3-4 പേര് മാത്രം മന്തഞ്ചേരിയിലുള്ള ഒരു സ്ഥലത്ത്, അത് അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു സ്ഥലത്ത്, പുഴയാണ്, ആ പുഴയിൽ പോയി 2 കല്ലെടുത്ത് വെച്ച് അവര് തന്നെ വീഡിയോ പകർത്തി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വാവലിക്കെട്ട് എന്നുള്ള ചടങ്ങ് മുസ്ലിം സമുദായത്തിന് അർഹതപ്പെട്ടതാണെന്നും ആ ചടങ്ങ് ഞങ്ങൾ നടത്തിയെന്നും പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയകളിലും മറ്റ് മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള പ്രചരണം അവര് കൊടുക്കുകയാണ് ചെയ്തത്. ഇത് ദേവസ്വത്തിന്റെ അറിവോ ദേവസ്വത്തിന് ഇതുമായി ബന്ധപ്പെട്ട ഒരു അപേക്ഷയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചടങ്ങിനെ കുറിച്ച് അറിയിക്കുകയോ ഒന്നും ചെയ്യാതെ ബോധപൂർവമായി ഹിന്ദു സമൂഹത്തിനിടയിലെ ഒരു അസ്വാരസ്യം ഉണ്ടാക്കാനല്ലേ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം പോലെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് സമ്പന്നമായ ലോകത്തിലെ ഒരേ ഒരു ക്ഷേത്രമാണ്. ആ ഒരു ക്ഷേത്രത്തിന്റെ ഒരു മഹിമയെ ഇകഴ്ത്തി കാട്ടാനുള്ള ഒരു ശ്രമമായിട്ട് ബോധപൂർവം നടത്തിയതാണ് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത്. ഇതിൽ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഭാരവാഹികൾക്കോ ഉരാളന്മാർക്കോ അഡ്മിനിസ്ട്രേഷൻ ലെവലിലെ ആൾക്കോ മലബാർ ദേവസ്വം ബോർഡിനോ യാതൊരുവിധ പങ്കുമില്ല എന്നുള്ളത് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ശ്രീ ഗോകുൽ, ഇതുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലുള്ള തുടർ നടപടി സ്വീകരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? കാരണം ഇത് വളരെ ബോധപൂർവം ചെയ്യുന്ന പ്രവൃത്തി ആയതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്ന് ഇനിയും ഇത് തുടരാനുള്ള ഒരു സാഹചര്യമുണ്ട്, കൂടുതൽ ആളുകളെ കൂട്ടാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇത് ഏത് വിധേനയും നടപ്പിലാക്കുക എന്നുള്ള ഒരു ഗൂഢതന്ത്രം അവർ നടപ്പിൽ വരുത്തും. വലിയ രീതിയിലുള്ള സാമ്പത്തിക ലാഭവും അവർ ഇതിൽ നിന്ന് കൊയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നമുക്കിതിനെ ഏത് രീതിയിൽ പ്രതിരോധിക്കാനാണ് ശ്രമം? തീർച്ചയായും പണ്ട് ശബരിമലയില് വാവരുസ്വാമി ഉണ്ട് എന്നുള്ള രീതിയിൽ അവിടെ വാവരുസ്വാമിയെ പ്രതിഷ്ഠിച്ചതുപോലെ കൊട്ടിയൂരിൽ വാവലിക്കെട്ടുണ്ട്. ഒരു വാക്കിന്റെ സാമ്യം ഉദ്ദേശിച്ച് വാവലിക്കെട്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന മുസ്ലിം സമുദായമാണ് ചെയ്തിരുന്നത് എന്നുള്ള വ്യാഖ്യാനത്തിലാണ് ഇവർ ഇത്തരം നടപടികളിലേക്ക് ഈ വർഷം ആദ്യമായി പോയിരിക്കുന്നത്. ഇത് സ്വാഭാവികമായിട്ടും ദേവസ്വത്തെ സംബന്ധിച്ചും ദേവസ്വത്തിന്റെ അറിവോടെയല്ല, അത് നമ്മൾ അറിയുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ നമ്മൾ ആലോചിക്കുകയാണ്. അതിനായി കൊട്ടിയൂർ ദേവസ്വം ട്രസ്റ്റി ബോർഡ് ഒരു പ്രത്യേക യോഗം 2-ാം തീയതി ചേർന്നിരുന്നു. ആ യോഗത്തിൽ ഈ ആചാരം നടത്തി എന്ന് പറയുന്ന ആളുകൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. വരും വർഷങ്ങളിൽ ഇത്തരം നടപടികളുമായി അവർ മുന്നോട്ട് വരികയാണെങ്കിൽ ശക്തമായ രീതിയിൽ ദേവസ്വം അതിനെ പ്രതിരോധിക്കും. യാതൊരു സംശയമില്ല. ഇത് ഹിന്ദുക്കളുടെ ക്ഷേത്രമാണ്. ഹിന്ദു ആചരണ രീതി കൊണ്ട് പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രം കൂടിയാണ്. ഇതില്
യാതൊരു വിധത്തിലുള്ള മുസ്ലിം പ്രീണനവും നമുക്ക് നടത്താൻ വേണ്ടി സാധിക്കില്ല. നമ്മൾ എല്ലാവരെയും ഒരേപോലെ കാണുന്നതാണ്. വർഗീയമായി ചിന്തിക്കുന്നതല്ല, കമ്മ്യൂണലായി ചിന്തിക്കുന്നതല്ല. ഹിന്ദുവിന്റെ ക്ഷേത്രം ഹിന്ദുവിനാണ്. ഹിന്ദുവിന്റെ ആചരണ രീതി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഭരണാധികാരി എന്നുള്ള നിലയിൽ അത് എന്ത് വില കൊടുത്തും സംരക്ഷിക്കും. അതിൽ യാതൊരു സംശയമില്ല. ഒരു ചടങ്ങും നമ്മൾ ഇവിടെ തുടങ്ങാൻ അനുവദിക്കില്ല എന്നുള്ളത് ഒരു അർത്ഥസംഖ്യക്കിടയില്ലാതെ പറയാൻ ആഗ്രഹിക്കുകയാണ്. വളരെ നന്ദി ശ്രീ ഗോകുൽ പ്രതികരിച്ചതിന്. എന്തായാലും ഇല്ലാത്ത ആചാരത്തിന്റെ പേരിലാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിനെതിരെ ഈ ആസൂത്രിത നീക്കം